പുന്നേക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും കടയുടമയും തമ്മിൽ തർക്കം. സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോതമംഗലം പെരുമ്പൻകുത്ത് റോഡിലെ പുന്നേക്കാട് ജംഗ്ഷനിൽ പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ റോഡിലേക്ക് ഇറക്കി സ്റ്റെപ്പ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും കടയുടമകളും തമ്മിൽ തർക്കം. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ അക്ഷയ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം എളുപ്പമാക്കുന്നതിനായാണ് റോഡിലേക്ക് ഇറക്കി സ്റ്റെപ്പ് നിർമ്മിച്ചതെന്ന് കടയുടമ പറയുന്നു. അതായത് ഈ നമ്മുടെ വായനശാല ഇവിടെ തുടങ്ങിയിട്ട് 72 വർഷമായി. നമ്മുടെ പൂർവികർ അന്ന് പട്ടയഭൂമിയായിട്ട് 15 സെൻറ്റ് സ്ഥലം നമുക്കിവിടെ ഉണ്ട്. ആ 15 സെൻറ്റ് സ്ഥലത്തിന് ഈ പുറമ്പോക്ക് വികസനവും റോഡ് കവലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കവലയുടെ വികസനം ആവശ്യമുള്ളതിനാണ് വായനശാല കമ്മിറ്റി കൂടി ഈ 15 സെൻറ്റിൽ നിന്ന് നമ്മുടെ വില്ലേജ് പറമ്പിനോട് ചേർന്ന് ഒരേ ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട്. അത് PWD ഇട്ടുന്ന കല്ലാണ്. അത് ഈ ഭൂമിയെ ബാധിക്കണമല്ല. അവിടെ നിന്ന് അങ്ങോട്ട് താഴെ അങ്ങേറ്റം ലീല എന്ന് പറഞ്ഞാൽ അവിടെ ചായക്കട വരെ കല്ലിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ലൈനെങ്കിലും ആ ലൈനിൽ പൊളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ആ കല്ല് അതിൻ്റെ അർത്ഥം ഈ പട്ടയഭൂമിയിലേക്കുള്ള കല്ലല്ല. അത് ഈ പട്ടയഭൂമിയുടെ കല്ല് അവിടെ അങ്ങനെ ഒരു കല്ലില്ല. അന്ന് PWD ഇട്ടുന്ന കല്ലാണ്. അന്ന് ഈ സ്ഥലം നമ്മൾ താഴത്തേക്ക് കൊടുത്ത കാരണം നമുക്കിപ്പോൾ 2 മാനുഷികമായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. അവിടെ 4 കടമുറികൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 4 കടമുറികൾക്കും ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. അവർ വ്യാപാര സ്ഥാപനങ്ങളാണ്. അവർക്ക് കയറാനും ഇറങ്ങാനും അവർക്ക് റോഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വഴി വേണം. ആ വഴി ഇവർ ലൈൻ കെട്ടിയപ്പോൾ ഞങ്ങൾ ഈ ഇത്രയും ഭാഗം ഒരു പ്രത്യേക റിക്വസ്റ്റ് കൊടുത്ത് ആ കല്ലിൽ നിന്ന് ഇവിടം വരെ ഞങ്ങൾ ഈ സൈഡ് വാർപ്പിച്ചതാണ്, സൈഡ് കെട്ടിയതാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇനി അവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലെന്നല്ല. അപ്പം ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഞങ്ങൾ തനങ്ങായെന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ 2 സ്റ്റെപ്പ് ഇടാനാണ് തീരുമാനമെടുത്തു. മാത്രമല്ല അവിടെ ഈ 4 കടയിലേക്കും കയറാനായിട്ട് മാനുവലി കല്ല് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെയാണ് ഈ സാമൂഹ്യ വിരുദ്ധർ അത് എടുത്തു കളഞ്ഞത്. ഞങ്ങളത് കെട്ടിക്കാനായിട്ടൊന്നുമില്ല വന്നു. 2 നിര കല്ല് വെച്ചപ്പോഴത്തേക്കും കോതമംഗലം പോലീസിന് ഇവിടെ വന്നേച്ച് പറഞ്ഞു ഇത് പണിയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പോലീസിന് ഇത് പണിയാൻ പറ്റില്ല എന്നുള്ള അവകാശവും ഇല്ല. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ ആ പോലീസുകാരനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ പണി നിർത്തിവെച്ചു. എന്നാൽ രാത്രി 2:30 മണിയോടുകൂടി ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് വേണമെങ്കിൽ പറയാം ഇവർ കുറേ സാമൂഹ്യ വിരുദ്ധരൊന്നുമല്ല, ഇതിന് നേതൃത്വം കൊടുത്ത 14-ാം വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഒരാളുകളുണ്ട് അർജുൻ, മറ്റു തൽപര കക്ഷികളുടെ പേരുകൾ എല്ലാവരും അറിയില്ല. ഏതായാലും 2:30-ക്കാണ് ഇത് പൊളിച്ചിരിക്കുന്നത്. അത് CCTV ദൃശ്യമാണ്. ഇവരവിടെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവരിത് പൊളിച്ചു കളഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്ദേശം വായനശാലയോടുള്ള വിരോധമാണോ, അത് വ്യക്തിപരമായിട്ടുള്ള വിരോധമാണോ, അത് നാട്ടുകാരുടെ വിരോധമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ചരിത്രം അതാണ്. ഇന്നലെ ഞങ്ങൾ രാവിലെ 9:10 മണിയായപ്പോൾ ഞാൻ ഇത് പർവ്വതത്തിന് പോയപ്പോൾ അത് നിങ്ങൾ പറയാൻ പറഞ്ഞാൽ പർവ്വതത്തിന് പോയപ്പോൾ ഇവിടെ ഞാൻ കല്ലും മണലും ഇറക്കി. സത്യമാണ്, കല്ലും മണലും ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ 14-ാം വാർഡ് മെമ്പർ എന്നോട് ചോദിച്ചു എൽദോസേട്ടാ ഈ കല്ലും മണലും ഇറക്കണം എന്തിനാണ്? ഞാൻ പറഞ്ഞു അവിടെ സ്റ്റെപ്പ് കെട്ടാനാണ്. നമുക്ക് നുണ പറയേണ്ട കാര്യമല്ലോ. സ്റ്റെപ്പ് കെട്ടാനാണെന്ന് പറയുകയും ഓക്കെ അവനൊന്നും എന്നെ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ മത്തായി കുഞ്ഞ് പറഞ്ഞു ഇവിടെ PWD ആൾക്കാർ വന്നു. ഇത് ഇദ്ദേഹം പ്രസിഡൻ്റാണ്, അറിയാമല്ലോ അല്ലേ? മത്തായി കുഞ്ഞ് പറഞ്ഞു ഇങ്ങനെ ഇവിടുന്ന് PWD ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോടാ പരാതി എന്ന് ചോദിച്ചു. പരാതി കൊടുത്തിട്ടുള്ളതല്ല, ടെലിഫോൺ വഴിയുള്ള പരാതിയാണ്. ടെലിഫോൺ വഴിയുള്ള പരാതിയാണെങ്കിൽ നമുക്ക് നോക്കാം. ആ പരാതിക്ക് കടലാസും കൊടുത്തേച്ച് പോയി റോഡിലിറക്കിയിരിക്കുന്ന മാർഗ്ഗതടസ്സമുള്ള സാധനങ്ങൾ നീക്കം ചെയ്യണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും ഞങ്ങളത് അങ്ങനെ തന്നെ പാലിച്ചു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്തൊരു സമവായത്തിലൂടെ ആണെങ്കിലും ആരും നമ്മളോട് എതിർപ്പില്ല. ഇവിടെ എതിർപ്പെടാവുന്ന ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ചു. അതായത് ഇവിടുത്തെ ഇടതുപക്ഷ സഖ്യത്തിൻ്റെയൊക്കെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കെട്ടിയത്. അവരുടെ ആൾക്കാർ തന്നെയാണ് വന്ന് നമ്മൾ വീണ്ടും ഇത് ചെയ്തത്. എൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല പ്രശ്നം. ഇത് വായനശാലയുടെയും ഈ പൊതുജനങ്ങളുടെ ആവശ്യത്തിലേക്ക് വേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇന്നലെ അവർ സ്റ്റോപ്പ് മെമ്മോ അതിൻ്റെ കടലാസ് മത്തായിൻ്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് താനും. അത് വേണമെങ്കിൽ നമ്മൾ പ്രദർശിപ്പിക്കാം. പക്ഷേ ഞങ്ങളുടെ ഒരു വയലേഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനാവാനോ അല്ല ഞങ്ങളത് ചെയ്തത്. അത് തീർത്തും നിയമപരമായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനിയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ ഇത്തരത്തിലുള്ളവർക്ക് സ്ഥാപനത്തിന്റെ വശത്തുകൂടി സ്ലോപ്പ് സൗകര്യം നിലവിലുണ്ടെന്നും
അതിനാൽ റോഡിലേക്ക് സ്റ്റെപ്പ് നിർമ്മിക്കുന്നത് അനാവശ്യമാണെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പ് കെട്ടുന്നത് ഇപ്പോൾ റോഡിലേക്ക് നമ്മുടെ കവല വികസനത്തിൻ്റെ പേരിൽ പൊളിച്ച് സർക്കാർ PWD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് പൊളിച്ച് നമ്മൾ അവിടുന്ന് അവൻ്റെ ആ അതിര് തിരിച്ച് ഇവിടെ വീണ്ടും അതെല്ലാം മാറ്റിയിട്ട് കട്ട വിരിച്ച് ഇത് ഭംഗിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണിത്. ഇത് കവല വികസനത്തിൻ്റെ പേരിൽ ഒറിജിനലായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ അളവ് അവിടെ ഇരിപ്പുണ്ട്. അതുകൂടെ അത് ജനങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും വരുന്നവർക്കും വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യത്തിനായിട്ട് ഇവിടം വരെ അങ്ങേയറ്റം വരെ ഇത് വിരിച്ചിട്ടുണ്ട്. ഇത് കേസ് പറഞ്ഞ് ഇത് സർക്കാരിലേക്ക് നമ്മൾ കോടതിയിൽ പോയി കേസ് പറഞ്ഞ് വാദിച്ച് ജയിച്ച സംഗതിയാണിത്. ഇതിപ്പോൾ ഇവർ കുറച്ച് പേര് ഇവിടുത്തെ ചില ഈ വ്യാപാരി വ്യവസായയുടെ പേരിൽ തന്നെ കുറച്ച് കള്ളത്തരം പറഞ്ഞ് കുറച്ച് പേപ്പറുമായിട്ട് കുറച്ച് 1-2 പേര് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് കവല അവരുടെ ഇങ്ങോട്ട് സ്റ്റെപ്പ് കടയിലേക്ക് കയറാൻ സ്റ്റെപ്പില്ല, ഇല്ല അവർക്ക് നടക്കാൻ സൗകര്യമില്ല എന്നുള്ള. ഇവിടെ 3-4 കടക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതിര് അനുസരിച്ച് അവരുടെ കടയ്ക്ക് ഉള്ളിലേക്ക് സ്റ്റെപ്പ് ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില കടക്കാർക്ക് മാത്രം പറയുകയാണ് അവർ ഇങ്ങോട്ട് ഇറക്കി ചെയ്യണമെന്ന്. ഇത് സർക്കാരിൻ്റെ ഭൂമി ഈ PWDയുടെ ഇത് കട്ട വിരിച്ച സ്ഥലത്ത് ഇത് ജനങ്ങൾക്കും മറ്റുള്ള സൗകര്യത്തിനും കടക്കാർക്കും വേണ്ടി ചെയ്തതാണ്. ഇവിടെയോട്ട് കയറ്റി ഇറക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാ ബുദ്ധിമുട്ടാണ്. ഈ കവലയ്ക്കും ബുദ്ധിമുട്ടാണ്, കവല വികസനത്തിനെതിരാണിത്. ഈ കള്ളത്തരത്തിന് കൂട്ടിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് എൻ്റെ കാര്യം. നേരത്തെ റോഡ് അവിടെയായിരുന്നു, ഈ കെട്ടിടങ്ങളൊക്കെ ഇരുന്ന് അവിടെയായിരുന്നു റോഡിൻ്റെ നടുക്ക്. അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല, സമ്മതിക്കില്ല. ഞങ്ങള് ഇവിടെയുള്ള ജനങ്ങൾ സമ്മതിക്കില്ല, പൊതുജനങ്ങളാണ്. ഒറൽക്കുടിയുടെ അതും പൊളിപ്പിക്കും. സംഭവത്തെ തുടർന്ന് വാർഡംഗം ജിജോയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിവരം അറിയിച്ചു. തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. എന്നാൽ സ്റ്റോപ്പ് മെമ്മോ ലഭിച്ച ശേഷവും നിർമ്മാണ പ്രവർത്തനം തുടർന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് രാത്രിയിലെത്തിയ നാട്ടുകാർ നിർമ്മിച്ച സ്റ്റെപ്പുകൾ പൊളിച്ചു നീക്കിയത്. 2019 ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുന്നേക്കാട് ജംഗ്ഷനിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും സർവേ കല്ലുകൾ സ്ഥാപിച്ച് റോഡിന്റെ അതിർത്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ആ സർവേ കല്ലുകൾ മറികടന്നാണ് ഇപ്പോഴത്തെ നിർമ്മാണമെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത് കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് കവലയുടെ വികസനം 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരപ്രകാരം ഇവിടെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് PWD കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അവർ ഇവിടെ കല്ല് സ്ഥാപിച്ച് സൈഡെല്ലാം കെട്ടി അവർ അളവ് തിട്ടപ്പെടുത്തി പോയിരിക്കുന്നതാണ്. പിന്നീട് ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ട് 48 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ കവല നവീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് PWD അവരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിര് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്താണ് കുറച്ച് നാളുകളായിട്ട് പുന്നേക്കാട് കവലയിലെ വ്യാപാരികൾ അനധികൃതമായിട്ട് ഈ PWD ഭൂമിയിലേക്ക് അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഓരോ ഘട്ടത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇവിടുത്തെ പൊതുജനങ്ങൾ ഇടപെടുകയും അത് പൊളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിത് നിരന്തരം തുടർന്ന് വന്ന് രാത്രി കാലങ്ങളിൽ ഇതുപോലെ തന്നെ ഈ കവലകളുടെ ഈ പൊതുസ്ഥലത്തേക്ക് സ്റ്റെപ്പ് പണിത് വീണ്ടും അവർ കയ്യേറ്റം നടത്തുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ കയ്യേറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരിവിടെ മണലും കട്ടയെല്ലാം ഇറക്കിയപ്പോൾ ഇത് നമ്മൾ PWD അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കോതമംഗലം PWD ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഈ വ്യാപാരികൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഇന്നലെ ഉച്ചയ്ക്ക്. പക്ഷേ ആ സ്റ്റോപ്പ് മെമ്മോ ധിക്കരിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി വീണ്ടും അനധികൃതമായിട്ട് PWD ഭൂമിയിൽ നിയമം ലംഘിച്ചുകൊണ്ട് അവർ കട്ട പണിതത്. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടുത്തെ പൊതുജനങ്ങളെ ഇടപെട്ടുകൊണ്ട് ആരാണെന്നറിയില്ല ആ നിർമ്മാണം അവർ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരന്തരം പുന്നേക്കാട് വ്യാപാരികൾ ഇതുപോലെ പൊതുസ്ഥലങ്ങളിലേക്ക് കയ്യേറിക്കൊണ്ട് ഇവിടുത്തെ പൊതുവികസനത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് പ്രവർത്തിക്കുന്ന വ്യാപാരികൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന VJ മത്തായി കുഞ്ഞ്, അവരെല്ലാം കോൺഗ്രസിൻ്റെ UDFിൻ്റെ നേതാക്കന്മാരാണ്. ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിരന്തരം ഇതുപോലെ ഭൂമിയിൽ കയ്യേറ്റം നടത്തുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും നമുക്ക് രാത്രി വന്ന് ഇവിടെ കാവൽ കിടക്കാൻ പറ്റില്ല. ഇവരത് നിർമ്മാണം അത് അവിടെ പെർമനൻ്റ് ആയിട്ട് വന്നാൽ പിന്നെ അത് നമുക്ക് പൊളിച്ചു പറ്റണമെങ്കിൽ വീണ്ടും കോടതി പോയി വലിയ ചിലവ് വരും. അപ്പോൾ എന്നും പൊതുജനങ്ങൾക്ക് ഈ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് കോടതി പോയി ഇതിൻ്റെ വിധി നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് ഇതിനെതിരായിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. അതേസമയം സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന കല്ല് PWD സ്ഥാപിച്ചതാണെന്നും അത് പട്ടയഭൂമിയുടെ അതിർത്തി കല്ലല്ലെന്നും കെട്ടിടം പട്ടയഭൂമിയിലാണ് ഉള്ളതെന്നും പൊതുജനങ്ങളുടെ സൗകര്യം പരിഗണിച്ചും എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും അനുമതി നേടിയുമാണ് സ്റ്റെപ്പ് നിർമ്മിച്ചതെന്നും കടയുടമ പറഞ്ഞു. സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെയും
പോലീസിന്റെയും തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നിഗമനം. അല്ല, ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയപ്പെട്ടിട്ടുള്ള പുന്നേക്കാട് കവലയിൽ ഓറവലക്കുടി എൽദോസ് എന്ന് പറയുന്ന വ്യക്തി 2025 ഡിസംബറിൽ ഇതുപോലെ തന്നെ പൊതുസ്ഥലത്തേക്ക് അദ്ദേഹം സ്റ്റെപ്പ് പണിയുകയും ഹാൻഡ് റെയിൽ പണിയുകയും ചെയ്തു. അപ്പോൾ അന്ന് ഇവിടുത്തെ പൊതുപ്രസ്ഥാന CPMന്റെ അടക്കം പ്രവർത്തകർ വന്ന് അത് തല്ലി പൊളിച്ചു കളഞ്ഞ് അവർ കൊണ്ട് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മളതിൻ്റെ വാദങ്ങൾ നിരത്തി ഇത് പൊതുഭൂമിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നതാണ്. പിന്നെ വീണ്ടും പിറ്റേ ദിവസം രാത്രി ഇതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം സ്റ്റെപ്പ് പണിയും. നമുക്ക് എല്ലാ ദിവസവും ചെന്ന് തല്ലി പൊളിക്കാനും എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷൻ കയറി നടക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. ഇപ്പോൾ ഇവരെ ഒരു ന്യായം പറയുന്നത് പുന്നേക്കാട് ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ട് അവിടെ നല്ല വീതിയിൽ വഴിയുണ്ട്. പിന്നെ ഇവിടെ അക്ഷയയിലേക്കാണെങ്കിൽ അത് പൊതുഭൂമി കയ്യേറാതെ അവിടെ നിന്ന് അകത്തേക്ക് സ്റ്റെപ്പ് പണിത് ജനങ്ങൾക്ക് അക്ഷയ കയറുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അല്ലാതെ വീണ്ടും ഈ പൊതുഭൂമിയിലേക്ക് ഇറങ്ങി സ്റ്റെപ്പ് പണിതുകൊണ്ടല്ല ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്. അതിനാവശ്യത്തിന് അങ്ങോട്ട് അകത്തേക്ക് സ്റ്റെപ്പ് പണിയാനുള്ള സൗകര്യം അവർക്കുണ്ട്. അത് ചെയ്യാതെ എല്ലാം പൊതു ചെലവിൽ തങ്ങൾക്ക് നേടിയെടുക്കാമെന്നുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള നടപടിയാണ് ഇവിടുത്തെ വ്യാപാരികൾ എക്കാലം പുലർത്തുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിന് ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ ഇപ്പോൾ രാവിലെ ഇവിടുത്തെ ഒരു ജനകീയ പ്രതിഷേധം കണ്ടതാണ്. ജനങ്ങളെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതിനൊപ്പം നിൽക്കും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരമാണ് കാണേണ്ടതെന്നാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.